ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി. ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ഹോൾസെയിലായും റീറ്റെയിലായും ലഭിക്കുന്നു. കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും. ഒപ്പം പ്ലാന്റിങ്ങിന് സ്ഥലമെടുക്കുകയും ചെയ്യുന്നു. ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി, മേപ്പാടം, ചേലക്കര. ഫോൺ 8848581955 9074295770. പൂരനഗരിയിൽ കലാമാമാങ്കത്തിന് തിരിതെളിഞ്ഞു. തേക്കിൻകാട് മൈതാനിയിൽ ആരംഭിച്ച 64ാമത് കേരള സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കമാണ് ജനുവരി 14 മുതൽ 18 വരെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്നത്. പൂക്കളുടെ പേരുകൾ നൽകിയ 25 വേദികളിലായി 249 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. 15,000-ഓളം വിദ്യാർത്ഥികൾ വിവിധ മത്സര ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി കേരള കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ സ്വാഗതഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടന്നു. ശിവപേരൂരിന്റെ അരങ്ങിൽ പുത്തൻ തലമുറ എഴുതുന്നു. കലയുടെ കാവ്യ ചരിത്രം അതിലായി നവകേരളമോ വിടരുന്നു. BK ഹരിനാരായണനാണ് സ്വാഗതഗാനം രചിച്ചത്. കലോത്സവത്തിന്റെ തീം സോങ് പാലക്കാട് പൊറ്റശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഒരുക്കിയത്. തുടർന്ന് കൗമാര കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലോത്സവം തേക്കിൻകാട് മൈതാനിയിലെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആയിരത്തി 1956 രൂപം കൊണ്ടതിന് ശേഷമാണ് ആദ്യത്തെ സംസ്ഥാന കലോത്സവം നടക്കുന്നത്. അന്നതിന് യുവജനോത്സവം എന്നായിരുന്നു പേര്. എറണാകുളം SRV ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു ആദ്യ കലോത്സവം. ഒരു ദിവസം മാത്രമായിരുന്നു അന്നത്തെ കലോത്സവം. അതിൽ സ്കൂളുകളിൽ നിന്ന് നേരിട്ട് വന്ന 200 കുട്ടികളാണ് പങ്കെടുത്തത്. പിന്നീടാണ് സബ് ജില്ലാ മത്സരങ്ങൾക്ക് ശേഷം കുട്ടികൾ എത്തുന്ന സ്ഥിതി ഉണ്ടായത്. 1975 മോഹിനിയാട്ടം, കഥകളി, സംഗീതം, അക്ഷരശ്ലോകം തുടങ്ങിയവ ഉൾപ്പെടുത്തി കലോത്സവം കുറെ കൂടി വികസിപ്പിച്ചു. 2009 മുതലാണ് കേരള സ്കൂൾ കലോത്സവം എന്ന പേരിൽ ഇതറിയപ്പെടാൻ തുടങ്ങിയത്.
70 വർഷം കൊണ്ട് ഈ മേളക്ക് വന്ന മാറ്റം അമ്പരപ്പിക്കുന്നതാണ്. 56-ൽ 200 മത്സരാർത്ഥികൾ ഇന്ന് 14,000-ത്തിലധികമായിരിക്കുന്നു. ഒരു പരാതിക്കും ഇട നൽകാതെയാണ് ഇപ്പോ കുറെ വർഷങ്ങളായി കലോത്സവം നടക്കുന്നത്. ഇത്തവണയും അതങ്ങനെയാവാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്നാണ് സ്വാഗത പ്രസംഗത്തിലൂടെ അഭ്യർത്ഥിച്ചത്. അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ ഡോക്ടർ ആർ ബിന്ദു, കെ കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, MLA-മാർ, സിനിമാ താരം റിയ ഷിബു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം. ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13,000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10,000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5,000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.